ഒരു പ്രതിസന്ധിയോ ഒരു അപകടം വരുമ്പോഴാണ് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയുന്നത്. പ്രത്യേകിച്ച് എൻ്റെ ഈ സമയം ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമാണ്. വീണ് കഴിയുമ്പോൾ നമ്മുടെ വീട്ടുകാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ എന്നോടൊപ്പം ഈ വീട്ടുകാർ ഉണ്ടായി എന്നുള്ളത് എനിക്ക് മറക്കാൻ സാധിക്കില്ല. കാരണം ഒരുപാട് പേര് 10 രൂപ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കണമെന്ന്. എന്തെങ്കിലും കാര്യത്തിന് അവനെ വിളിച്ചാൽ ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. ഞാൻ എന്താവശ്യത്തിന് അവനെ വിളിക്കുക? പക്ഷെ ആ തരുന്ന ആ പ്രൊട്ടക്ഷൻ നാദർശിക്കൊക്കെ എൻ്റെ സ്വന്തം സഹോദരനെ പോലെ, ഷാജോൺ ആണെങ്കിൽ പ്രചോദക്കെ, ഞാൻ ഏറ്റവും നന്ദി പറയുന്നത് മറ്റാരുമല്ല, വളഞ്ഞിട്ട് ആക്രമിക്കുമെന്ന് അറിഞ്ഞിട്ടും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ആ നിമിഷം എത്തിയ പ്രിയങ്കയെ കാരണം ഞാൻ പറഞ്ഞു, എന്നോടൊപ്പം നിന്നാൽ നിങ്ങൾ ആക്രമിക്കപ്പെടും. ഞാൻ ഒരു PR നിന്നിട്ടില്ല. എന്നെ പല PR ആൾക്കാരും പറഞ്ഞു സപ്പോർട്ട് ചെയ്യാൻ. വേണ്ട, നമ്മൾ ആരും PR കൊണ്ട് വന്നേക്കണവരല്ല. അമ്പലപ്പറമ്പിലൂടെയും പള്ളിപ്പറമ്പിലൂടെയും തൊണ്ട പൊട്ടിച്ചിട്ട് വന്നിട്ടുള്ളവരാ. നമുക്ക് PR വേണ്ട. ഞാനിവിടെ ഉണ്ടാവും, ഒറ്റക്കാണെങ്കിലും നേരിടാൻ ധൈര്യമായിട്ട് തന്നെ നിന്നിരിക്കുന്നത്. കാരണം എൻ്റെ മടിയിൽ കള്ളപ്പണവുമില്ല, എൻ്റെ നന്മ മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ ഒരാൾ ഉപദ്രവിച്ചിട്ടില്ല ഉപകാരമല്ലാതെ. ഒരുപാട് പേരെന്നെ വിളിച്ച്, ഇന്നിപ്പോൾ നാൻസി വന്നിട്ട് ചോദിച്ചു, ചേട്ടാ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന്. ആ ചോദ്യം മാത്രം മതി നമ്മുടെ മനസ്സ് തണുക്കാൻ. കാരണം എനിക്കറിയാം അവസാന വിജയം നന്മയ്ക്ക് ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ കൃപാസനത്തിൻ്റെ വിശ്വാസിയാണ്. ആ ഒരൊറ്റ വിശ്വാസത്തിൽ മാത്രമാണ്. ഞാൻ അധികം വിവാദമാക്കുന്നില്ല, കാരണം അമ്മയിലെ 10-18 മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്.